ഹായ് ഹലോ. അപ്പോൾ ഈ കെട്ടിയിറങ്ങി നിൽക്കുന്ന വേറെ എങ്ങോട്ടേക്കില്ല കേട്ടോ, വെള്ളം കാണാൻ പോകാനാണ്. സാധാരണ ഏച്ചി വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും പോകും, അത് പതിവാണ്. പക്ഷേ ഇപ്രാവശ്യം ഏടി പോകാൻ പറ്റിയിട്ടില്ല. ഒന്നാമത് ഏച്ചി സ്കൂൾ തുറക്കാൻ നേരത്തേക്ക് വന്നേ, പിന്നെന്ന് വെച്ചാൽ കൊണ്ടുപോകാനുള്ള ആളുമില്ല. അപ്പം ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കിടക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ അതിനെപ്പറ്റി പറയുന്നത്, അപ്പോഴാണ് ഞങ്ങൾക്ക് ആരും സഹായമില്ല, അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിന് ഇവിടെ അടുത്ത് പോകാൻ പറ്റിയ സ്ഥലങ്ങളാണ്, വെള്ളം കാണാൻ പോകാൻ പറ്റിയ സ്ഥലമാണ് ഈ പൈപ്പ് ലൈനും അതുപോലത്തെ സങ്കേതമൊക്കെ. അതാകുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിന് പോവുകയും ചെയ്യാം, പിന്നെ കാഴ്ചകളുമായി, പിന്നെ ട്രിപ്പുമായി, പിന്നെ ഞങ്ങൾക്ക് അർമാദിക്ക് ഒരു ഇതുമായി. അപ്പം ഞങ്ങൾ വിചാരിച്ചെന്നാൽ പോകാമെന്ന് തന്നെ. അപ്പോൾ പിന്നെ പെട്ടെന്ന് റെഡിയായി ഇറങ്ങാൻ സമയത്താണ് ഏച്ചിൻ്റെ മോളും ഉണ്ട്, എൻ്റെ മാമൻ്റെ മോളുണ്ട് കേട്ടോ. അവർ ചോദിക്കുന്നത് എങ്ങോട്ടേക്കാണ് രണ്ടും കൂടി കെട്ടി നേടി പോകുന്നതെന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഡോക്ടറെ അടുത്തേക്കാണ്. ആ വയറ്റിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വന്നിട്ടില്ല. പിന്നെ ഞങ്ങളൊരു വിധം പറഞ്ഞൊപ്പിച്ച് അങ്ങനെ പിന്നെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇറങ്ങിയപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇവരെ തെങ്ങിലക്കടവ് പുഴ. ഇതാണെങ്കിൽ നിറഞ്ഞൊഴുകി നല്ല ഒഴുക്കാട്ടോ, ഒഴുക്കെന്ന് വെച്ചാൽ നല്ല ഒഴുക്കാണ്. ആ ഒഴുക്കിലും തിരുമ്പലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയാട്ടോ ഞങ്ങളിങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ എനിക്ക് ഈ പുഴ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് നരൻ സിനിമ കേട്ടോ. കാരണം അതേപോലെ ഒഴുക്കും കാര്യങ്ങളൊക്കെ കേട്ടോ. ഈ മഴക്കാലത്തിന് മുന്നേ ഈ പുഴ കാണാൻ അത്ര വലിയ രസമൊന്നുമില്ല. കാരണം എല്ലാ ചപ്പും ചണ്ടിയും ഒക്കെ നിറഞ്ഞിട്ട് ഒരു കുണമില്ലാത്തൊരു പുഴ പോലെ ഉണ്ടായിരുന്നു. പിന്നെ മഴ പെയ്തപ്പോൾ ഒക്കെ കൂടി നിറഞ്ഞ് ഒക്കെ ഒഴുകിപ്പോയാൽ പിന്നെ ഞങ്ങൾ വേഗം കടവിലെത്തി. പിന്നെ ഞങ്ങൾ അവിടെ തൊട്ടടുത്തായിട്ട് പൈപ്പ് ലൈൻ, സംഗീതം പോയിട്ടില്ല, പൈപ്പ് ലൈനിലാണ് പോയത്. കാരണം ഏച്ചി വണ്ടി എടുത്തിട്ടുമില്ല, ഞങ്ങൾ നടന്നു പോകാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നടന്ന് ഞങ്ങളിങ്ങനെ അവിടെ എത്തി കേട്ടോ. പിന്നെ ഞങ്ങളെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് വെച്ചാൽ വെള്ളം കണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് നല്ല ചൂട് ചായയും കാടമുട്ടയും കഴിക്കണം എന്നായിരുന്നു. അങ്ങനെയൊക്കെ മനസ്സിലും വിചാരിച്ച് പറഞ്ഞ് അങ്ങനെ അങ്ങനെ ഭയങ്കരമായി സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ അവിടെ എത്തി. അവിടെ എത്തിയപ്പോഴാണ് ആ കാഴ്ചകൾ കാണുന്നത്. അത് ഞങ്ങൾ സാധാരണ ചായ കുടിക്കാനുള്ള ആ കട മഴ വന്നപ്പോൾ അടച്ചിടും, അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറിയിട്ട്. പിന്നെ ഈ കാണുന്ന തുള്ളൽ കണ്ട്, ഈ തുള്ളൽ കണ്ടപ്പോൾ മനസ്സിലായില്ല ആർക്കാണ് ഏറ്റവും കൂടുതൽ പുറത്ത് പോകാനാണ് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചെന്നൊക്കെ. അപ്പം പുതിയ സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കാണിച്ചു തരുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്നു പോകുമ്പോഴാണ് അത്യാവശ്യം വലിയൊരു വെള്ളക്കെട്ടുണ്ടായിരുന്നു കേട്ടോ. റോഡ് തന്നെയാണ്. ഞങ്ങളത് അത്ര വലിയ നല്ല വെള്ളമൊന്നും നല്ല കലക്കയായിരുന്നു. പിന്നെ ഞങ്ങൾ നീന്തി കിടന്ന് അപ്പുറത്തെത്തിയപ്പോൾ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിൽ കളിക്കുക. അപ്പോൾ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ എത്തി കേട്ടോ. അവിടെ എത്തിയപ്പോൾ വെള്ളത്തിൽ ചാടിയപ്പോൾ നല്ല തണുത്ത വെള്ളം, നല്ല എന്താ വെച്ചാൽ അത്രയും നല്ല എന്താ പറയുക, അത്രയും നല്ല തെളിച്ചുള്ള വെള്ളം. നല്ല വെള്ളം കേട്ടോ, നല്ല രസമുണ്ട് ആ വെള്ളത്തിലിങ്ങനെ നടന്ന് നീന്താൻ, നല്ല രസമുണ്ട്. പിന്നെ അപ്പുറത്താണ് കുറേ മക്കളിങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് നല്ലൊരു ആഗ്രഹം അങ്ങോട്ട് പോകണമെന്ന്, പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. കാരണം വെള്ളത്തിലുള്ള പായലൊക്കെ കൂടി റോഡിലേക്ക് കയറി കിടക്കുക. അപ്പോൾ അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊരു പേടി, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെ ബാക്കിലാണെങ്കിൽ മക്കൾ റീൽസ് എടുക്കുന്നുമുണ്ട്. പിന്നെ ഞങ്ങൾ കുറേ അതൊക്കെ ആസ്വദിച്ച് പിന്നെ ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് കളികളും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ രീതിക്ക് ഞാൻ ഇവിടുന്ന് എടുക്കുന്ന ഈ ചേച്ചീൻ്റെ രീതിക്ക് അവിടെ നിന്ന് എടുക്കുന്നത് നല്ല രസമാട്ടോ. ഈ വീഡിയോയിലുള്ള പോലെ എല്ലാം കാണാൻ, നേരിട്ട് കാണാൻ എന്ത് രസമാണ് അറിയോ. പിന്നെ നല്ല വെള്ളവും അല്ലേ. അപ്പോൾ മക്കളിങ്ങനെ കളിക്കും, ഞങ്ങൾക്കിങ്ങനെ പൂതിയാവുക. കാരണം ഞങ്ങൾക്ക് അങ്ങോട്ട് എത്തണമെന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് എത്താനും പറ്റുന്നില്ല, എന്താ ചെയ്യേണ്ടതില്ല. പിന്നെ ഞങ്ങൾ കുറേ നേരം ഞങ്ങൾ നിൽക്കുന്ന വെള്ളത്തിൽ നിന്നിട്ടോ. പിന്നെ നല്ല മഴ വന്നിട്ടോ. പോകുന്ന സമയത്ത് ചെറുതായിട്ട് മഴ വന്നപ്പോൾ കോട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കോട്ടൊന്നും ഊരിയിട്ടില്ല. പിന്നെ നല്ല പേമാരി മഴ വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു വെള്ളത്തിൽ കളിക്കാൻ. പിന്നെ കുറേ നേരം അവിടെ നിന്ന് കളിച്ച് പിന്നെ ഇരുട്ടാവുന്ന നേരത്താട്ടോ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്നിട്ടില്ല, നടന്ന് ഞങ്ങൾ അവിടെ എത്തി. പിന്നെ തേയിലക്കട വന്ന് ഏതായാലും കാടമുട്ടയൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഏതായാലും മഴ നനഞ്ഞ് വരികയാണല്ലോ. അപ്പോൾ ഒരു ഗ്ലാസ് ചായയും ബോണ്ടയല്ല പപ്സ് കേട്ടോ, ചായയും പപ്സൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ രാത്രി ആയപ്പോഴാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇറങ്ങി ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ബാക്കിൽ നിന്ന് നല്ലൊരു ഹോണടി കേൾക്കുന്നത്. വേറെ ആരുമില്ല, എൻ്റെ അച്ചേട്ടനാണേ. അപ്പോൾ അച്ചേട്ടൻ ഇങ്ങനെ വരുന്ന സമയത്ത് പിന്നെ ഞാൻ ഈ ചോദിച്ചെന്നാൽ വണ്ടിയുമ്പോൾ കയറാമെന്ന്.